ഗൈസ്, വെൽക്കം ബാക്ക് ടു എൻ്റെ ഒരു ക്രാഫ്റ്റ് വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും വീട്ടിൽ വന്നിരിക്കാൻ അറിയാം. പിന്നെ വീഡിയോക്ക് പോകുന്നതായിട്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാം ചെയ്യും. അപ്പോൾ ഞാനിത് ചെയ്യാൻ പോകുന്നത് ഹോം മെയ്ഡ് ക്ലേ വെച്ചിട്ടുണ്ടാക്കിയ ഒരു ക്രാഫ്റ്റാണ്. അപ്പോൾ വീട്ടിലേക്ക് പോയാലോ. അപ്പോൾ ഗൈസ്, ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നല്ല സോഫ്റ്റാണ് കേട്ടോ, നല്ല സോഫ്റ്റാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് എന്താ ചെയ്യാൻ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഒരു ഫ്ലവർ ഉണ്ടാക്കാനാണ് വിചാരിക്കുന്നത്. ഫ്ലവറായിട്ട് കിട്ടുമെന്നൊന്നും അറിയില്ല, പക്ഷെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിന് കുറച്ച് പോർഷൻ നമുക്ക് എടുക്കാം, അധികമൊന്നും വേണ്ട. കുറച്ച് പോർഷൻ എടുത്തിട്ട് ബാക്കിയുള്ളത് നമുക്ക് മാറ്റി വയ്ക്കാം, എന്നിട്ട് നമുക്കത് ആവശ്യത്തിന് എടുക്കാം. ഇതിന് പെറ്റൽസാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു ക്ലേ എടുത്തിട്ട് ഒരു കുഞ്ഞു പോർഷൻ ഇതിൽ നിന്ന് കുറച്ചെടുക്കാം, എന്നിട്ട് നമ്മളതിനെ റൗണ്ടാക്കി എടുക്കാം. ഇങ്ങനെ റൗണ്ടാക്കി എടുത്തതിന് ശേഷം ഇതിങ്ങനെ ആക്കി എടുത്തിട്ട് ഇതിനത് പ്രസ് ചെയ്ത് കൊടുക്കണം. കൈ വെച്ചിട്ടോ കത്രിക വെച്ചിട്ടോ നിങ്ങൾക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഫൈനാക്കി എടുത്തേക്കാം. ഇത് ഇങ്ങനെ ആക്കി എടുത്തിട്ട് കുറച്ചിങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്തിട്ട് പിന്നെ ഇങ്ങനെ ഷേപ്പ് ആക്കി എടുക്കാം. ഏകദേശം ഒരു പെറ്റലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മളിത് കത്രിക വെച്ചിട്ട് ഇവിടെ ഇങ്ങനെ ചെറുതായിട്ടൊന്ന് വരയുടെ ഒരു എഫക്റ്റ് ആക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലൊരു 4 കൂടി നമുക്ക് വേണം, അപ്പോൾ അത് ഉണ്ടാക്കണം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പിന്നെ ക്ലേ എടുത്ത് സെയിം റിപ്പീറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഗൈസ് നമുക്കിനി കുറച്ചുകൂടി ചെയ്തിട്ട് കാണാം കേട്ടോ. ഗൈസ് ഇതിൻ്റെ ഫൈനൽ റിസൾട്ട് കാണും. പിന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യരുത്. ഗൈസ് ഞാൻ കുറച്ച് ഉണ്ടകൾ കൂടി ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഷേപ്പ് ആക്കിയിട്ട് ഇതുപോലെ ആക്കിയെടുക്കാം കേട്ടോ. ഗൈസ് ഇത്രയും ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ നടുവിൽ ഇങ്ങനത്തെ ഒരു സാധനം കൂടി വെച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇനി ഈ സൈഡ് കൂടി കവർ ചെയ്തിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഗൈസ് നമ്മളിത് ഒരു പൂ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ഞാൻ ഈ സൈഡൊക്കെ നന്നായി ഒട്ടിച്ചു കൊടുത്ത് ഇവിടെ നല്ല അടിപൊളിയാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇവിടെ ജോയിൻ്റൊക്കെ നന്നായി ഒട്ടിച്ചു കൊടുത്തു. പിന്നെ ഇതിപ്പോൾ എടുക്കാൻ പാടില്ല, ഇപ്പോൾ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് പൊട്ടിപ്പോരും. അപ്പോൾ നാളെ ഇത് ഉണക്കി നന്നായി ഡ്രൈ ആയി കഴിഞ്ഞിട്ട് വേണം എടുക്കാനായിട്ട്. എന്നിട്ട് നമ്മളിത് പെയിൻറ്റൊക്കെ അടിക്കുള്ളൂ. അപ്പോൾ ഈ ഫ്ലവർ എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമായോ? ഈ പെയിൻ്റ് അടിച്ച് വരുമ്പോൾ ഒന്നും കൂടി രസമുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയുണ്ട്? ടാറ്റാ ബൈ ബൈ, സീ യു.